പണ്ടിപ്പരിപ്പ് സാധനം ഉണ്ടാക്കിയതല്ല ആരുണ്ടാക്കി ഉമ്മ നന്നാക്കി നോമ്പ് ഇതിന് ഫുൾ ക്രെഡിറ്റ് ഞാൻ അനക്കറി തരാണ്. താങ്ക്സ്. എനിക്ക് തിന്നാതെ പോയിരുന്നു കേട്ടോ. ഇവിടെ ഇത് ഫുൾ ആവാന്ന് വരെ പോലെട്ടോ. ഇനി തേങ്ങ പൊളിച്ചാ സെറ്റാണ്. ഇത് പച്ച തേങ്ങ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ. അപ്പൊ ഇത് നമ്മള് ഞമ്മളെ തോട്ടത്തിൽ തന്നെ എന്റെ പൊസിഷനേ ശരിയല്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചോര തെറിപ്പിച്ചല്ലോ ബാൻ വരും യൂട്യൂബിൽ നിന്ന്. അധികം ചോരക്കളിയൊന്നും പറ്റൂല. പുഷ്പം പോലെ നോമ്പായോണ്ട് എന്താ വെച്ചാ ഇമ്മമാരൊക്കെ ടൈം എടുത്ത് ചെയ്യും. നമ്മളൊരു പ്രത്യേകം എന്താ വെച്ചാല് ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങള്. 1 2 1 2 3 തേങ്ങ പൊളിക്കാൻ ഒരു തേങ്ങ എത്ര? 5 റുപ്യ. 300 തേങ്ങ 1.5 മണിക്കൂർ കൊണ്ട് പൊളിച്ചു തരും. ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് വിട്ടിട്ടേ പോരുള്ളൂ. ആ പേരിൽ നമ്മൾ ഗിന്നസ് ബുക്കിന്റെ ആൾക്കാരും വിളിച്ച് റെക്കോർഡ് പേര് ചെയ്തിട്ടേ പോരുള്ളൂ. പോലെ എനിക്ക് തേങ്ങനോട് മുൻജന്മത്തിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാ? അത് കൈയൊക്കെ ജസ്റ്റ് മിസ് എനിക്കറിയോ? പണ്ട് പൊട്ടിച്ചു പിടിച്ചാ നോക്കിയോട്ടെ. നാക്കിൽ പൊട്ടിയത് നീ ഇവിടെ ഒരു കൈ കൊണ്ട് നീ 2 പൂളി ഞാൻ പിടിച്ച് ഇതിനെ കോച്ചിങ്ങിന് പോലെണ്ടാ തേങ്ങ പൊളിക്കണേ ഒന്ന് പൊട്ട് പോലെ. പക്ഷെ കേട നിക്കണോണ്ടാ? 2 ഇങ്ങനെ കാട്ടിയാണ്ടോ കേടുന്നില്ല. നല്ല കിടിലൻ തേങ്ങ റെഡി. അപ്പൊ നമ്മളത് ചെലവാൻ പോവാണ്. നമ്മള് ചെലവ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ നിന്നാണ് ഇവിടെ തന്നെ ചെലവാ. ആയിക്കോട്ടെ ജയ് ഒരു പാത്രം എടുക്കുന്ന ആരോ പഠിപ്പിച്ച നീ അതും എനിക്കറിയോ? എനിക്ക് തീരാറില്ല ചേരണ്ടിക്കൂട്. അപ്പൊ നമുക്ക് വേണ്ടി തേങ്ങ അരവുന്നത് ഇതിങ്ങനെ തന്നെ ഇരിക്കണ്ടല്ലേ. ഇങ്ങനെ ഒതെന്ത് വണ്ടിമ്മ പോവേ. പക്ഷെ ഇതിനൊരു നനവില്ലേ തേങ്ങക്ക്? ഒരു നനവ് ഞാൻ കണ്ട വീഡിയോ. പടച്ചോനെ പണിയാണോന്നോ? ഞാൻ ഇന്നത്തോടെ നിർത്തും. എന്റെ ആദ്യത്തെ അവസാനത്തെ ഡിഷാവും ഉന്നക്കായ. ഞാനോ ഇടക്ക് പാത്രത്തിന് സൗണ്ട് കാരണം അപ്പോൾ അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവുള്ളൂ. ശരിക്കും പിടിച്ച് ഇവിടെ ചൂടുണ്ട് തന്നെ എങ്ങനെ നേരണ്ട ഞാൻ വൃത്തി കിട്ടാ. ഓ ഇത് കറക്റ്റ് സ്മെല്ലിട്ടാ. കഴിഞ്ഞ സ്മെല്ല മണത്തിനാണ് പൈസ. ഓ ഒരു രക്ഷയില്ലാത്ത മണം. അത് ഉടച്ചെടുക്കല്ലേട്ടാ നീ ഓൾറെഡി ഒടഞ്ഞു കിടക്കുന്നത്. നമ്മൾ കൈ നല്ല വൃത്തിയൊക്കെ കഴുകി എന്ത് ചെയ്യാണ് ഇത് ഉണ്ടാക്കാൻ പോവാട്ടാ. നമ്മൾ ഉണ്ടാക്കണ ഉന്നക്കായല്ലോ ഏകദേശം ഈ ഒരു സൈസ് ഒരാൾക്ക് ഒന്ന്. ക്രോയിസിന്റെ പോലെ ആയില്ലേ? ഒരു ബോംബിന്റെ വലുപ്പം ഒരു ഉന്നക്കായ. അത് ഇങ്ങനത്തെ ഒരു 4 ഉന്നക്കായ മതി ഇന്ന് തുറക്കാൻ. ഇതിന്റെ വലിപ്പം കൂടിയാലേ എണ്ണ കൂടുതൽ വേണ്ടി വരും. ഏലക്കായ പൊടിച്ചെന്നാ അതും കൂടി ചെയ്യാം. കുപ്പികളിൽ ഒരുവിധ സാധനത്തിൽ വന്നിട്ട് അടുക്കളയിൽ എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ചിരിക്കണേ. നമ്മളിന്ന് ഉണ്ടാക്കണേ 8 4 ഉന്നക്കായ കേട്ടോ. ഒരാൾക്ക് ഒരാളിത് ഇങ്ങനെ മുറിച്ചിട്ട് 2 ആക്കി തിന്നല്ലേ? വേണമെങ്കിൽ ഒന്നും കൂടി കിട്ടും. അടി കൂടെ കുറച്ച് ഷെയറിംഗ് മെന്റാലിറ്റി. ഷെയറിംഗ് ഈസ് കെയറിംഗ്. മറ്റോരോരുത്തർ അതൊരു സ്വാർത്ഥ താല്പര്യത്തിലേക്ക് അയക്കുമ്പോൾ വിടൂലല്ലോ. മെസ്സേജ് കൂടി കൊടുക്കണ്ടേ? വെറും കുക്കിങ്ങും തീറ്റ മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ കൂടി നമ്മളെ സമൂഹം നന്നാവണ്ടേ. സോഷ്യൽ വെൽബീയിങ്. ഇതാണ് ആ സാധനം കേട്ടോ വാസിലെ. ഇതിന്റെ ഒരു കുറവ് ഈ മണം എവിടെ ഞാൻ ചിന്തിച്ചിരുന്നത്. എല്ലാ മണം കിട്ടി, പക്ഷെ ഇത് മാത്രം കിട്ടാക്കി. നല്ല ഉറപ്പുണ്ടല്ലോ ഇതിന്.
ടോപ്പായിട്ടോ. ഇമ്മ കുറച്ചുകൂടി ഇമ്മ ഏലക്കായ് പൊടി ഇല്ല. ഇത് മിക്കവാറും ചുറ്റിയ കാണ്ടി ഉന്നക്കായി കടിച്ചു തച്ച് പൊളിച്ചു ഇത് പിടിച്ചോട്ടി. ഇന്ന് കരിയറിൽ എങ്ങനെ ഉന്നക്കായി കണ്ടിട്ടില്ല. ആകെ ശരിയാവും. പൊരിച്ചുമ്പോ ഇനി പൊരിച്ചുമ്പോ കിട്ടുള്ളൂ. അത് ഞാൻ അതിൽ കിടന്നു പകട 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 നിങ്ങക്ക് പകട കളിക്കാന് അനുവാദമില്ല. ഞാൻ പ്ലേറ്റ് കട വെച്ചാ അപ്പൊ അതിനൊരു ചുറുക്കുണ്ട്. ഓ ഓ ഓ ഞാൻ രണ്ടിന്റെ എണീറ്റ് കിട കണ്ണോട് എന്തൊക്കെ ഒരു പ്രാർത്ഥിക്കട്ടെ പഠിച്ചോട് ഒന്നര തിന്നണം. തിന്നാ വരി ഉണ്ടാവും. പെലച്ചക്കും കൂടി ഒന്നും തിന്നണ്ട, അവിടെ കിടക്കും. ഞാൻ ഇമ്മൂനെ വിളിച്ച് പറയട്ടെ ഷെഫിലെ നമ്മളൊന്നും എടുക്കൂലേ, ബിഗിന്നേഴ്സിന് എടുക്കൂലേ. നമ്മളിപ്പോ തന്നെ പ്രോ ആയില്ലേ. അവിടെ കാരണം ചെറിയ ചെറിയ ആൾക്കാർക്ക് ചാൻസ് പേടിയാവും. കാരണം നമ്മള് ബിഗിനിങ് തന്നെ തിന്നാൻ പോയി. ഇപ്പൊ തന്നെ ഒരു പൊട്ട് സിമെന്റ് വെച്ച് ഫില്ലിങ് വെച്ചോണ്ട് അടച്ചിട്ട് ജിപ്സം ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയല്ലോ. കുട്ടിയൊക്കെ ഇട്ട് പിന്നെ അടുത്ത ട്രയാങ്കിൾ ഒക്കെ കേട്ടോ. ഇത് പവറാണ് സാധനം. ഇത് ദീപം ഇങ്ങോട്ട് പോരുന്നില്ല. നിന്നെ കൊണ്ട് പൊരിക്കേണ്ടി വരും കേട്ടോ. നിന്നെ കൊണ്ട് ഒന്നും പൊരിക്കാൻ കഴിയില്ല. ഒരു പായസത്തിൽ കൊണ്ട് എല്ലാ സാധനത്തിലും ഉണ്ട്. പായസാക്കി കുടിച്ചാ കുറച്ച് അടപ്രഥമൻ ഇട്ടോളാം. അപ്പൊ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉന്നക്കായ് ഉണ്ടാക്കൽ വളരെ വിജയകരമായിരിക്കുന്നു പടച്ചോനെ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അപ്പൊ നല്ല നല്ല ഗോൾഡൻ കളർ ഉണ്ടോ നമ്മളുക്കായ, നല്ല ഗോൾഡൻ കളറിൽ പാത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉന്നക്കായ. പിന്നെ ഇന്റർനാഷണൽ ലെവൽ സ്മെല്ലല്ലേ വരുന്നത്. ബ്രൗണിഷ് കളർ വരുന്ന കേട്ടോ. ഗ്രാൻഡ് കാത്തിലൊക്കെ ഫുഡ് ഉണ്ടാക്കൂലേ, അപ്പൊ അതിൽ പോയിക്കണം അടുക്കളയിൽ കൂടെ. ഈ ഒരു മണം എല്ലാ കടയിലും ഈ ഫ്ലേവർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്ലേവറും മണമൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു സൈഡ്. അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തു വന്നിട്ട് ഒരു ഉന്നക്കായ് പൊട്ടിത്തെറിച്ചതുപോലെ ആയ പോലെ ആയി. അപ്പൊ നമ്മുടെ ഈ ഒരു ഉന്നക്കായ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ഒറിജിനൽ ഉന്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഉന്നക്കായ് മരത്തുമെന്ന് പൊട്ടിത്തെറിക്കേണ്ട രീതിയിലാണ്. അപ്പൊ നമ്മൾ ആ ഒരു പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഏത് അതേപോലെ പുരാണ തനതായ ഉന്നക്കായ്. കാരണം ഇത് പറഞ്ഞാല് ഇപ്പത്തെ ഉന്നക്കായ് എല്ലാവരും കണ്ടിട്ടുള്ളൂ. കോഴിക്കോടത്തെ ബേക്കറികളിലൊക്കെ ഷേപ്പുള്ള പഴമയുടെ ഉന്നക്കായ് ഉണ്ടല്ലോ, ഇതാണ് സാധനം.